വേഗം വെക്കും. ഇയാള് എന്തൊക്കെ ഏറ്റുമാ കയറിയത്. ആക്ക് പോലൊരു സാധനം ഉണ്ടായിരുന്നു, അതിങ്ങനെ ഇപ്പൊ അറിയും. നമ്മുടെ പൂരപ്പറമ്പിലൊക്കെ കാണുന്ന പോലത്തെ സാധനങ്ങളൊക്കെ. ഇത് എയറാണ്. അടിപൊളിയായിട്ടുണ്ടല്ലേ കാണാന്. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ശനിയാഴ്ച ഞങ്ങള് ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട് ഇറങ്ങുകയാണ് ഇവിടുന്ന്. ഇപ്പം 12 മണിയൊക്കെ കഴിഞ്ഞു. രാവിലെ എഴുന്നേറ്റ് ലേറ്റായി കഴിച്ചു ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പം ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. അപ്പം ഞങ്ങൾക്ക് കാറ് കഴുകണം, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഞങ്ങളുടെ യാത്ര രാവിലെ തൊട്ട് വൈകിട്ടാവും ഞങ്ങൾ ഇന്ന് തിരിച്ച് വീട്ടിലെത്താൻ. അപ്പം അതുവരെയുള്ള ഞങ്ങളുടെ യാത്ര എന്തൊക്കെയാ, എവിടെയൊക്കെ പോകുന്നു, അതൊക്കെ ഒന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നാൽ നമുക്ക് ഇറങ്ങിയാലോ? ഞാൻ കഥവ് പൂട്ടട്ടെ, നമുക്ക് പോവാം. അയ്യോ, ഇവിടെ എന്തോ പ്രശ്നം പറ്റിയല്ലേ. ഇപ്പൊ നമുക്ക് ഗ്രീൻ ആവുന്നില്ല. ഞങ്ങൾക്ക് ഗ്രീൻ ആയി, പക്ഷെ നമുക്ക് പോവാൻ പറ്റുന്നില്ല. അവിടെ റെഡാ, എന്തോ കുഴപ്പമുണ്ട് ഇന്ന്. എന്തൊരു ട്രാഫിക്കാ. ഇപ്പൊ ഗ്രീനായി. ഇനി പൊയ്ക്കോ, വേഗം പൊയ്ക്കോ. ഇയാള് എന്തൊക്കെ ഏറ്റുമാ കയറിയത്. എന്റെ ദൈവം, ഇപ്പൊ ഇടിച്ചതിനയക്കോത് നിർത്താൻ പോലും ഉള്ളതില്ല. ഞങ്ങൾ ആദ്യം കാറ് കഴുകാൻ വേണ്ടി പോവാണ്. അപ്പം ഇന്ന് ശനിയാഴ്ച കൊണ്ട് നല്ല തിരക്കുണ്ട്. ഇവിടാണ് ഞങ്ങൾ കാറ് കഴുകാൻ വരുന്നത്. ഇതിനു മുമ്പും ഇതിന്റെ ഒരു റീല് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗൈസ്, ഇവിടെ ഭയങ്കര തിരക്കാണ്. നോക്ക്, ക്യൂ ആണ് കാറ് കഴുകാൻ. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ടാന്ന് തോന്നുന്നു നല്ല തിരക്കുണ്ട്. നമുക്ക് ഏതെടുക്കണം? ബേസിക് എടുത്താ പോരെ? 12 ഉണ്ട്, 15 ഉണ്ട്. 15 എടുക്കാം. ഇവിടെ നമുക്ക് ഒരു വർഷത്തേക്ക് 365 യൂറോ കൊടുത്താൽ നമുക്ക് എല്ലാ ദിവസവും വേണേലും വാഷ് ചെയ്യാം. ഒരു ദിവസം വാഷ് ചെയ്യുന്നതിന് 1 യൂറോയേ ആവത്തുള്ളൂ. പോയത് എന്തോ ആയിപ്പോയി. അയ്യോ, അതാണ് മൂവ് ചെയ്യുന്നു. അയാള് പോയി ഓൺ ചെയ്തെന്ന് തോന്നുന്നു. ഇത് ഒരു ബാർകോഡ് ഉണ്ട്, അപ്പം പുള്ളി ഇപ്പൊ സ്കാൻ ചെയ്യും. നമ്മളിവിടെ കാർ വാഷ് മോഡിലാക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇപ്പൊ ഇത് കാർ വാഷ് മോഡിലാണ്. ന്യൂട്രലിലാണ് വണ്ടി ഇടേണ്ടത്. ഇനി തന്നെ മൂവ് ചെയ്തോളും. നമ്മൾ കുളിക്കാൻ പോവാ. എല്ലാരും റെഡിയാണോ? ചെറുപറേ വെള്ളം വീഴുന്നു. ലൗഡാവും. സോപ്പ് വന്നു. നമ്മുടെ വേണ്ട, ഇത് ആക്റ്റീവ് പതക്ക് എന്താ പറയുക, ഒന്നും കാണുന്നില്ല. അതാ സൈഡില് ഇങ്ങനെയൊക്കെ കഴുകുന്നുണ്ട്. 2 സൈഡിലും കഴുകും. ഗ്ലാസ് ഒക്കെ നന്നായിട്ട് നാക്കില്ല. ഇപ്പം പണ്ടിങ്ങനെ ഒരു നാക്ക് പോലൊരു സാധനം ഉണ്ടായിരുന്നു, അതിങ്ങനെ ഇപ്പൊ അറിയും. നമ്മുടെ പൂരപ്പറമ്പിലൊക്കെ കാണുന്ന പോലത്തെ സാധനങ്ങളൊക്കെ. ഇവിടെ ഒരു സ്ക്രീൻ വെച്ചിട്ടുണ്ട്. ആ സ്ക്രീനിൽ കാണാം നമ്മൾ ഏത് എത്ര പൈസക്കുള്ള ഏത് ഭാഷയാണ് എടുത്തത്.
ഓരോ വണ്ടി പോകുമ്പോഴും അവിടെ കത്തും. ഇപ്പം നമ്മുടെ വണ്ടി അങ്ങോട്ട് പോകുമ്പം ഇപ്പം ഈ സ്ക്രീനിൽ നമ്മൾ ഏത് വാഷാണ് എടുത്തേക്കുന്നത് എന്നുള്ളത് ആണ്. നമ്മൾ ഇതാണ് 15 യൂറോയുടെയാണ് എടുത്തേക്കുന്നത്. അപ്പൊ അത് കത്തി. അങ്ങനെ ഇനി ഇത് ഡ്രൈ ആക്കും. വെള്ളമെല്ലാം ഓക്കെ. ഒരു വണ്ടി പോയി കഴിയുമ്പം ഗ്രീൻ ആവുമ്പോഴേ പോകാൻ പാടുള്ളൂ. അപ്പൊ ഇത് അടഞ്ഞു. ഇനി റെഡും ആവും. പിന്നെ ഗ്രീൻ ആവുമ്പോഴേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോഴത്തേന് ഞാൻ ബ്രേക്ക് ഔട്ടി പാർക്കിലിട്ടിട്ട് ഡ്രൈവിലുണ്ട്. ഓക്കെ, തുറന്നു. ഓക്കെ, നമുക്ക് ഗ്രീൻ ആയി. ഇനി നമുക്ക് പോകാം. അങ്ങനെ ഞങ്ങൾ പുറത്ത് വന്നിരിക്കുകയാണ്. ഇവിടെ കയറുകയാണ്. ഈ ഹോളിൽ കയറിയിട്ട് നമുക്ക് കാറിന്റെ അകമെല്ലാം ക്ലീൻ ചെയ്യാൻ പറ്റും. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. സ്ഥലം കിട്ടാൻ കുറച്ച് പാടാണ്. അതുകൊണ്ട് ഇവിടെ ഉണ്ട്. എല്ലാരും കാർ കഴുകാൻ വന്നിരിക്കുകയാണ്. അയ്യോ, ഇവിടെ ഇല്ല. ഞാൻ വിചാരിച്ചു ഇവിടെ ഉണ്ടെന്ന്. ഇവിടെ ഉണ്ടോ? അങ്ങനെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി കാറിനകം എല്ലാം കഴുകാം. നമുക്ക് തുടങ്ങിയാലോ? നമുക്ക് ആദ്യം വാക്യൂം ചെയ്യാം കാറിനകം. നല്ല പ്രഷറുള്ള വാക്യൂം ക്ലീനറുണ്ട്. നമുക്ക് കാർപ്പറ്റ് ക്ലീൻ ചെയ്യാനുള്ള സാധനമാണ്. ഇവിടെ നമുക്ക് കാല് ചവിട്ടിയാൽ ഇവിടെ ഒരു ഇതുണ്ട്. ഇവിടെ കാല് ചവിട്ടിയാൽ നമുക്ക് കാർപ്പറ്റ് ഇതിനുള്ളിലേക്ക് പോയിട്ട് വെള്ളം വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്യും. അപ്പോൾ അതിൻ്റെ മേളത്തെ പൊടിയൊക്കെ പോയിട്ട് ഒന്ന് വൃത്തിയായിട്ട് വരും. അതിൻ്റെ മേളിൽ എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിലും പോയി. ഇച്ചിരി നല്ല പ്രഷറുണ്ട് ഇതിന് കേട്ടോ. അപ്പം അതിങ്ങനെ അകത്തോട്ട് വെക്കുമ്പം നമ്മൾ കൈവിട്ട് പോയി ഇത് അകത്തോട്ടങ്ങ് പോവും. അപ്പം അത് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റാൻഡുണ്ട്. അവിടെ നമുക്കിങ്ങനെ ഉണക്കാൻ വേണ്ടിയിട്ടൊന്ന് വെക്കാം. കാർ നമ്മൾ തുടച്ച് കഴിയുമ്പോഴത്തേനും നമുക്കിതെടുത്ത് തിരിച്ച് കാറിനകത്ത് വെക്കാം. ഇവിടെ വാഷ് ബേസിനൊക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഇതൊക്കെ ഒന്ന് കഴുകാൻ. ഇഷ്ടം പോലെ കാറ് ഇവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കാറ് ഓട്ടോമാറ്റിക് വാഷിൽ കഴുകിയാലും അകത്തെ എല്ലാം വൃത്തിയാക്കാൻ അവരിവിടെ വരും. ഇതൊരു വലിയ ഹോളാണ് കേട്ടോ. ഭയങ്കര വലിയൊരു ഹോളാണ്. ഇഷ്ടം പോലെ വാക്യൂം ക്ലീനേഴ്സും ഇഷ്ടം പോലെ കഴുകുന്ന സ്പോട്സും ഉണ്ട് ഇവിടെ. എൻ്റെ മോൻ പറയുന്ന ഇത് നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല കേട്ടോ ഗൈസ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്, ഇങ്ങനെ ഒരു മെഷീനുള്ളത്. ഇത് എയറാണ്. നമുക്കിങ്ങനെ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ നല്ല ശക്തിയുള്ള എയർ. അപ്പോൾ അത് വെച്ചിട്ട് വെള്ളമൊക്കെ നമുക്ക് നോക്ക്. ഇപ്പം ഞങ്ങളുടെ കാർ നല്ല സുന്ദരി കുട്ടിയായില്ലേ. എല്ലാം അകമെല്ലാം നല്ല വൃത്തിയായി, പൊടിയെല്ലാം പോയി, സൂപ്പറായി. ഇവിടെ എൻ്റെ മോളാണ് എന്തേലും ഒരു സാധനം കിട്ടിയല്ലോ വെള്ളമെല്ലാം സ്പ്രേ ചെയ്ത് കളയുന്നു. ഭയങ്കര പണിയില്ല. ഇതാ എൻ്റെ മോൻ കാർപ്പറ്റെല്ലാം തിരിച്ചെടുത്ത് വെച്ചോണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതെല്ലാം എടുത്ത് വെച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങാം.
ഞങ്ങളിപ്പം ഇന്ത്യൻ ഷോപ്പിലോട്ട് പോവാ. അത്യാവശ്യം നമുക്ക് വേണ്ടുന്ന കുറച്ച് മല്ലിയിലയും അങ്ങനത്തെ സാധനങ്ങളുണ്ട്. പച്ചമുളക്, അതാണ് നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് നമുക്ക് തിരിച്ചു വരാം. ഇതാണ് ഇവിടുത്തെ ഇന്ത്യൻ ഷോപ്പ്, ഓഷ്യൻ ഇന്ത്യൻ. നമുക്ക് അകത്തോട്ട് പോയി നോക്കാം. അങ്ങനെ ഞങ്ങൾ ഇന്ത്യൻ ഷോപ്പിംഗ് കുറച്ച് ചെയ്തു. പക്ഷെ അവിടെ അവർ പറഞ്ഞു വീഡിയോ എടുക്കാൻ പാടില്ല, സോഷ്യൽ മീഡിയയിലൊന്നും ഇടാൻ പാടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അവിടുത്തെ വീഡിയോ ഒന്നും കാണിക്കാത്തത് കേട്ടോ. നമുക്കിനി അടുത്ത പരിപാടി എന്തുവാന്ന് നോക്കാം. ബാ. ഞങ്ങൾ കഴിക്കാൻ പോവാണ്. ഇപ്പോൾ തന്നെ 3 മണിയായി, എല്ലാവർക്കും വിശക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഫ്രിറ്റ് ആൻഡ് വർക്ക് എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റിലോട്ടാണ് പോകുന്നത്. അവിടെ എന്തൊക്കെ കിട്ടുമെന്ന് നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം. ഞങ്ങളപ്പോൾ ഇവിടെ ഒരു പാർക്കിംഗ് ഗരാജുണ്ട്. അപ്പോൾ അവിടെ കയറ്റി വണ്ടി പാർക്ക് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഈ റോഡ് സൈഡിലൊന്നും പാർക്കിംഗ് കിട്ടത്തില്ല. ഇത് ന്യൂംബർഗിൻ്റെ മാർക്കറ്റ് പ്ലേസ് ആണ്, സിറ്റി മാർക്കറ്റ്. ഇവിടെ സൈഡിലൊന്നും നമുക്ക് പാർക്കിംഗ് കിട്ടില്ല. അപ്പം നമുക്ക് ഈ ഗരാജിനകത്ത് കയറ്റി പാർക്ക് ചെയ്തിട്ട് കഴിക്കാൻ പോവാം. ഇത് ഇവിടെ ഉണ്ട്, ഫുള്ളാണ് പാർക്കിങ്. അപ്പോൾ ഒരു വണ്ടി ഇറങ്ങിയാൽ മാത്രമേ നമുക്കൊരു വണ്ടിക്ക് കയറാൻ പറ്റൂ. അപ്പം നമുക്ക് ഇവിടുന്ന് ഒരു കാർഡ് കിട്ടണം. അപ്പോൾ അത് നമ്മൾ ഞെക്കിയിട്ടുണ്ട്, പക്ഷേ ഇതുവരെയും അത് വരുന്നില്ല. ഇത് ഫുള്ളായതുകൊണ്ട് ഇനിയും അവിടുന്ന് അപ്പുറത്തെ സൈഡിലാണ് ഇതിൻ്റെ എക്സിറ്റ്. അപ്പോൾ അവിടുന്ന് ഒരു വണ്ടി ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് ഇതിനകത്തോട്ട് കയറാൻ പറ്റൂ. അതുവരെ നമ്മളിവിടെ വെയിറ്റ് ചെയ്തിരിക്കണം. ഇപ്പോൾ ഒരു വണ്ടി അപ്പുറത്തൂടെ ഇറങ്ങാൻ പോകുന്നുണ്ട്. അപ്പം നമുക്ക് ഇവിടുന്ന് കയറാൻ പറ്റുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതെ, അങ്ങനെ കിട്ടിയിരിക്കുകയാണ് കാർഡ്. അങ്ങനെ ഞങ്ങൾക്ക് ഇവിടെ ഒരു പാർക്കിംഗ് കിട്ടിയിരിക്കുകയാണ്. 3-4 നില പോയി, ഇപ്പോഴാണ് ഒരു പാർക്കിംഗ് കിട്ടിയത്. ഗൈസ്, ആൾക്കാരെ കാണണമെങ്കിൽ ഇവിടെ വരണം. ഇതാണ് സിറ്റി സെൻറ്റർ ന്യൂംബർഗിൻ്റെ. ഒരുപാട് ഷോപ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഇതുപോലുള്ള ചെറിയ ചെറിയ ഷോപ്സും ഉണ്ട്. ഗൈസ്, ഇതാണ് ഞങ്ങൾ കണ്ടുപിടിച്ച റെസ്റ്റോറൻറ്റ്. ആദ്യമായിട്ട് വരികയാണ്. ഫ്രിറ്റ് ആൻഡ് വർക്ക്. വന്നിട്ടുണ്ടോ അമ്മു? ഞാനിവിടെ വന്നിട്ടില്ല. ഓ, ഇത് ഭയങ്കര പോഷ് റെസ്റ്റോറൻറ്റ് പോലെ ഉണ്ട്. ഇനിയും നമ്മൾ കഴിക്കാനുള്ള സാധനം റെഡി ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അവർ വിളിക്കും, അന്നേരം പോയി പിക്കപ്പ് ചെയ്യണം അവിടെ നിന്ന്. അപ്പം ഇവിടെ ഒരാൾ ബുക്ക് വായന തുടങ്ങി വന്നിരുന്നു. അങ്ങനെ നമ്മുടെ സാധനങ്ങൾ അവർ വാങ്ങിക്കാൻ പോയേക്കുവാണ്. അമ്മു, ആർ യു എക്സൈറ്റഡ്? അയ്യോ, എനിക്ക് വേണം, ചില്ലി വേണം. അടിപൊളിയായിട്ടുണ്ടല്ലേ കാണാൻ. ഞാൻ ചില്ലി എടുത്തിട്ട് വരട്ടെ. ഇവിടെ ചില്ലി ഉണ്ട്, 2 ടൈപ്പ് ഉണ്ട്. ഏതാ നല്ലതെന്ന് അറിയത്തില്ല. എന്തായാലും ഇട്ട് നോക്കിയിട്ട് വരാം. ബാ. നല്ല കളർഫുൾ സാധനങ്ങളാണ്. നോക്ക്. ഇതാ ഷവർമ. ഇതാണ് ചിക്കൻ എന്ന് തോന്നുന്നു.
ഇതെന്തോ മോനെ, ഇതിനകത്ത് എന്തോ? ഇത് പുൾഡ് ടർക്കിയാണ്. ടർക്കി. ഇത് ഷവർമ ചിക്കൻ. ഇത് സോസേജ് ആണ്. ഇവിടെ കറി ബൂസ്റ്റ് എന്ന് പറയും. ടൊമാറ്റോ സോസിലിട്ട് അതിനകത്ത് മഞ്ഞപ്പൊടിയാണ് മേളിൽ, ഒരു മസാലപ്പൊടിയാണ് മേളിൽ കിടക്കുന്നത്. ഇതാണ് കറി ബൂസ്റ്റ്, ഇവിടുത്തെ ജർമ്മൻ സ്പെഷ്യൽ. ഇതെന്തോ, ഇതിനകത്ത് എന്തോ ഉള്ള? ഓ, ഇതിനകത്ത് സ്വീറ്റ് പൊട്ടറ്റോയും ചിക്കനാണോ? ചിക്കൻ. ആ, നല്ല ടേസ്റ്റി കേട്ടോ ഇത്. നല്ല ഇസ്താൻബുൾ സ്ട്രീറ്റ് ചിക്കൻ ആണെന്ന് ഞാൻ ഓർഡർ ചെയ്ത്. അതിന് നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്കൊരു നമ്മുടെ നാട്ടിലെ ഒരു ടേസ്റ്റ് ഉണ്ട്. സൂപ്പറാട്ടോ. ഞങ്ങളൊരു ഡെസേർട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് എൻ്റെ മോൻ അവിടെ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ വന്നിരിക്കുകയാണ് നമ്മുടെ ഡെസേർട്ട്. എൻ്റെ ദൈവമേ, ഇത് നോക്കെന്ത്! ഇതാണ് ചുറോസ് എന്ന് പറഞ്ഞ സ്വീറ്റ് ഇവിടുത്തെ. ഇത് ഡീപ്പ് ഫ്രൈ ചെയ്യുന്നൊരു സാധനമാണ്. അതിൻ്റെ മേളിൽ രണ്ടിലാത്ത ഹേസൽനട്ട് ചോക്ലേറ്റ്, ന്യൂട്ടല്ല പോലെ. ഇത് വൈറ്റ് ചോക്ലേറ്റ് ഇട്ടത്. നല്ല മധുരമാണ്. സൂപ്പർ. എനിക്ക് ഈ ചോക്ലേറ്റ് ഹേസൽനട്ട് ചോക്ലേറ്റിനെക്കാളും എനിക്ക് ഇഷ്ടം അത് വൈറ്റ് ചോക്ലേറ്റ് വെച്ചിട്ടുള്ള ചുറോസാണ്. അത് നല്ല ടേസ്റ്റി ആയിരുന്നു. ഇതും കൊള്ളാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ സക്സസ്ഫുള്ളി അതും കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് പതുക്കെ പോയാലോ? വലിയ കാര്യമായി പോയി. അവള് 2.5 ചുറോസ് ഇതിലെ കഴിച്ചു. വയറ് നിറഞ്ഞു. അപ്പൊ ശരി, എന്നാൽ ഞങ്ങൾ ഇനി ഇവിടുന്ന് ഇറങ്ങട്ടെ. ഞങ്ങളൊന്ന് നടന്നു പോകാന്ന് വിചാരിച്ചു. ലിഫ്റ്റിൽ പോകണ്ട, നടന്നു പോകാന്ന് വിചാരിച്ചു. എന്തായാലും വയറ് നിറയെ കഴിച്ചതല്ലേ, ഇനിയിപ്പോൾ ഇച്ചിരി നടക്കാം. അങ്ങനെ സ്പോട്ട് ചെയ്യാലോ. അവൻ നിങ്ങളെങ്ങനെ അവിടെ നിന്ന് വന്നു? എന്തായാലും അവർക്ക് ഞങ്ങളില്ലാതെ പോവാൻ പറ്റത്തില്ല. എന്തായാലും ഞങ്ങളുടെ കയ്യിലാണ് പാർക്കിങ്ങിന്റെ കാർഡ് ഇരിക്കുന്നത്, അല്ലേ അമ്മു? അപ്പം ശരി, എന്നാൽ ഞങ്ങളിനിയും വീട്ടിലോട്ട് പോവാണ്. പിന്നെ നോർമൽ ഷോപ്പിംഗ് ഞങ്ങൾ അത് കഴിഞ്ഞിട്ടേ ചെയ്യുന്നുള്ളൂ. കുറച്ചൊന്ന് വീട്ടിൽ ചെന്ന് റെസ്റ്റ് എടുത്തിട്ട് കുട്ടികളെല്ലാം ടയേർഡായി. ഒന്നാതെ ഭയങ്കര തണുപ്പുമാണല്ലോ. തുറന്നു വേണ്ടാന്ന് തോന്നി. ഇവിടെ നമുക്ക് കാർഡ് ഇടേണ്ട ആവശ്യമില്ല, ക്യാമറ വെച്ചിട്ട് ഡിറ്റക്ട് ചെയ്യും. അപ്പം നമ്മുടെ കാറ് വന്നപ്പോൾ തന്നെ അത് തുറന്നു. അങ്ങനെ ഞങ്ങൾ ഒരു വലിയ യാത്രയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിരിക്കുകയാണ്. ഇനി ഒന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഇനി ഞങ്ങൾക്ക് നോർമൽ ഗ്രോസറീസ് വാങ്ങിക്കാൻ പോകണം. അത് ഞങ്ങൾ പിള്ളേരെ ഇവിടെ നിർത്തിയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ പിന്നെ പോകാമെന്ന് വിചാരിച്ചു. എന്തായാലും ഇപ്പം ഇച്ചിരി നേരം ഒന്ന് ഇവിടെ ഇരുന്നിട്ട് പോവാം, അല്ലേ? എൻ്റെ കൂടെ എൻ്റെ മോളാണ് വരുന്നത്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇന്ന് ഗേൾസ് ഷോപ്പിങ്ങിനാണ് പോകുന്നത്, അല്ലേ? അപ്പം നമുക്ക് വീട്ടിലേക്ക് ഈ ആഴ്ചത്തേക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇന്നത്തെ കാര്യമെല്ലാം തീർന്നു. വയ്യ, ക്ഷീണിച്ചു. ശരിക്കും പറഞ്ഞാൽ ഇവിടെ 6 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ, പക്ഷേ ഇരുട്ടായി. ട്രോളിയൊക്കെ എടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അകത്തോട്ട് പോകാം. പോയിക്കോ. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ നോർമൽ ഗ്രോസറി ഷോപ്പിങ്ങും കഴിഞ്ഞു. അപ്പോൾ ശരി, ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.